PV അൻവറിന്റെ വീട്ടിലാണ്. ഷഹീദ്, വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി കണ്ട വീടാണ് PV അൻവറിന്റെ വീട്. അവിടെ ഈ പുലർച്ചയിലെ കാഴ്ചകൾ, പ്രതികരണങ്ങൾ, അണികളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? PV അൻവർ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തും എന്നൊരു ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ടോ? രതീഷ്, PV അൻവർ അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ രണ്ട് മുന്നണി LDF UDF മുന്നണികളുണ്ടെങ്കിൽ പോലും വലിയ ചർച്ചാ വിഷയമായ ഒരു ഘടകം തന്നെയായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ LDFന്റെ MLA സ്ഥാനം CPM സ്വതന്ത്ര MLA സ്ഥാനം രാജിവെച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കി എന്നുള്ളത്. ഒപ്പം തന്നെ ഈ പ്രചരണ സമയത്തുടനീളം അതിന് വോട്ടെടുപ്പിന് ശേഷം അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ജയിച്ച നിയമസഭയിലേക്ക് പോകും എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും മുന്നണികളുടെ ജയപരാജയങ്ങൾ, LDF UDF മുന്നണികളുടെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി അൻവർ നേടുന്ന വോട്ടുകളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതായത് അൻവർ UDFിലേക്ക് പോകേണ്ട വോട്ടുകൾ അൻവർ പിടിക്കും, അതിലൂടെ തങ്ങൾക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് CPM സ്ഥാനാർത്ഥി അല്ലെങ്കിൽ CPM മുന്നോട്ട് വെക്കുന്നത്, LDF മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അത് അത്രത്തോളം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ CPMന്റെ തന്നെ ഇപ്പോൾ LDFന് തന്നെ വോട്ടെടുപ്പിന് ശേഷമുള്ള കണക്കിലെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ആ തരത്തിൽ അൻവറിന് വോട്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വിലയിരുത്തൽ അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ഒപ്പം തന്നെ അങ്ങനെ വിലയിരുത്തൽ നടത്തുമ്പോഴാണ് ഇതിനിടെ ഇന്നലെ അൻവർ പറഞ്ഞത് തനിക്ക് പോകേണ്ട വോട്ട് ഒരു 10,000 വോട്ട് M സ്വരാജ് പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം അത്തരം അഭിപ്രായ പ്രകടനം നടത്തുന്നു. ഇപ്പോൾ ഞാൻ അൻവറിന്റെ വീട്ടിലാണുള്ളത്. ഇവിടെ മറ്റൊരു കൗതുകരമായ ഒരു കാഴ്ച നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കാനുണ്ട്. ഇപ്പോൾ കുറച്ച് യുവാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ താമരശ്ശേരി എന്നാണ്. ഏത് പാർട്ടി പ്രവർത്തകരാണ്? ഞങ്ങൾ ലീഗ് പ്രവർത്തകരാണ്. മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അൻവറിന്റെ വീട്ടിൽ രാവിലെ എത്തിയത്? അത് ഫസ്റ്റില് അൻവർക്ക് അവിടുന്ന് വിട്ട് പോരുമ്പോ തന്നെ നമുക്കൊരു എന്താ പറയാ, ഇനി പറയും ഇത് നമ്മൾ നിങ്ങൾ ലീഗ് പ്രവർത്തകരാണോ? മെമ്പർഷിപ്പ് ഉള്ള ആളാണ് ലീഗിൽ മെമ്പർഷിപ്പ് ഉണ്ട്. അതെ. എന്താ അൻവറിന്റെ വീട്ടിൽ എവിടെ എത്തിയത്? രാവിലെ തന്നെ ഒന്ന് വിഷയാന്ന് വിചാരിച്ചു. അൻവറിന്റെ രാഷ്ട്രീയത്തിനോട് ആഭിമുഖ്യമുണ്ട്. അൻവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം അതേ രാഷ്ട്രീയത്തോട് മാത്രമല്ല, ഈ രാഹുൽ ഗാന്ധിന്റെ ഒരു ആശയം ഉണ്ടായിരുന്നല്ലോ, വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്നതല്ലേ. അവിടെ സതീശൻ ചെയ്തെന്താ ആ ആശയമായിട്ട് എന്ത് ബന്ധമുള്ളത്? അപ്പൊ സതീശന്റെ നിലപാടിനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ട്? ശക്തമായിട്ട്. അത് നിങ്ങളിപ്പം ലീഗ് പ്രവർത്തകരാണ്, സ്വാഭാവികമായിട്ടും UDFന്റെ ഭാഗമായിട്ട് നിന്ന ഒരു സംവിധാനമാണ് മുസ്ലിം ലീഗ് ഇവിടെ. പക്ഷെ അങ്ങനെ ആയിരിക്കും തന്നെ നിങ്ങൾക്ക് അൻവറിന്റെ നിലപാടിനോട് യോജിപ്പും സതീശന്റെ നിലപാട് എതിർപ്പുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായും. നിലമ്പൂരിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്? അറിയില്ല, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ മാത്രമേ പറഞ്ഞത്. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പാർട്ടിക്കാരൊന്നല്ല, ആക്ച്വലി. ഞാൻ UDFന്റെ വോട്ടേഴ്സ് ആണ് നിങ്ങൾ? അതെ, തീർച്ചയായിട്ടും. ഇവിടെ വോട്ടിലുള്ള ആളുമല്ല, ഞങ്ങൾ താമസിച്ചുള്ള ആള് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ നമ്മളുടെ ഈ സ്ഥാനാർത്ഥിയായിട്ട് കണ്ടുവരുന്നു. ആ ഒരു ഇഷ്ടം കൂടിയാണ് ഇവിടെ എത്തിച്ച് സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിച്ചിരുന്നത്. അല്ല, ആളവിടെ നിന്ന് പോരുമ്പോൾ നമുക്ക് ഒരു 90% ആളായിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി, വൻ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കും, അത് ആഹ്ലാദിക്കണം എന്ന് തന്നെ വിചാരിച്ചതാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ നിലമ്പൂരിൽ ലീഗ് പ്രവർത്തകരൊക്കെ ആയിട്ടും കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയമൊക്കെ ഉണ്ടാവില്ല? ഞങ്ങൾ കച്ചവടക്കാരാണ്, ഞങ്ങൾ പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. പല സാഹചര്യത്തിലും കൊടുവള്ളി മണ്ഡലത്തിലൊക്കെ ലീഗ്. ഈ രാവിലത്തെ ഏറ്റവും കൗതുകരമായ പ്രതികരണങ്ങളാണ് PV അൻവറിന്റെ വീട്ടിൽ നിന്ന് വരുന്നത്. അവരോട് വിശദമായി ചോദിക്കും. ഇവരുടെ കോട്ട് ലീഗ് മെമ്പർഷിപ്പുള്ള ആളുകൾ ഉൾപ്പെടെയുണ്ട്, ലീഗ് അണികളായ ആളുകളുണ്ട്. ഇവരുടെയൊക്കെ വോട്ട് ആർക്കായിരുന്നു? വലിയ തോതിൽ വോട്ട് ചോർച്ചയുണ്ടോ UDFിൽ നിന്ന് കൂടി അൻവറിന്? രതീഷേ, അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാരല്ല, അവർ കൊടുവള്ളി നിയോജക മണ്ഡലമാണ്, അതായത് താമരശ്ശേരിയിലെ യുവാക്കളാണ്. പക്ഷേ ലീഗ് പ്രവർത്തകരാണ്, അവർ ലീഗ് മെമ്പർഷിപ്പുള്ള ആളാണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങളുടെ പേരെന്താണ്? ഷാഹിദ്. ലീഗിന് എന്തെങ്കിലും ഭാരവാഹിത്വമുണ്ടോ? യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് ഉണ്ട്. നിങ്ങളും മെമ്പർഷിപ്പ് ഉണ്ട്? പാർട്ടിയിൽ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഔദ്യോഗികമായിട്ട് പാർട്ടിയിൽ മുമ്പ് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാർട്ടി നേതൃത്വത്തിലായിരുന്നു എന്താ അറിയിച്ചിരുന്നത്? പിന്നെ എതിർപ്പുണ്ടെന്നും ഈ ഇലക്ഷനായിട്ട് ഞങ്ങൾ എല്ലാ രീതിയിലും സഹകരിക്കുന്നു, സാമ്പത്തികപരമായിട്ടും ശാരീരികമായിട്ടും എല്ലാ രീതിയിലും ഞങ്ങൾ സഹകരിക്കുന്നു. ഏതിനോട് എതിർപ്പുണ്ടെന്ന്? ഇവിടെ സ്ഥാനാർത്ഥിത്വം മാറ്റിയതിന്? ഈ കാര്യമാണ്. ഇത് നമ്മൾ നേരത്തെയൊക്കെ കണ്ടതാണ്. അതായത് മണ്ഡലത്തിലുണ്ടായിരുന്ന ഒരു UDFിലുണ്ടായിരുന്ന ആശങ്കയും ഇതായിരുന്നു.
ഇതിപ്പോൾ താമരശ്ശേരിയിലെ പ്രവർത്തകരാണ്, മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് അദ്ദേഹം. അവർ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കുന്ന ഇന്ന് രാവിലെ പി വി അൻവറിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ എത്തി. അവർ യാത്ര കഴിഞ്ഞ് വരികയാണ്. അവർ അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയതാണ്. പക്ഷേ നിലമ്പൂരിൽ സമാനമായ രീതിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിൽ പി വി അൻവർ സ്ഥാനാർത്ഥിയായി വരണം എന്നുള്ളൊരു അഭിപ്രായം നിലമ്പൂരിലെ പ്രവർത്തകർക്കിടയിലും ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് UDF പൊതു തീരുമാനം എന്താകുന്നു. ആര്യാടൻ ശരി ഷഹീദ്, എന്തായാലും വളരെ കൗതുകകരമാണ് രാവിലെ പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവയ്ക്കുന്ന ഈ പ്രതികരണങ്ങൾ. പി വി അൻവറിന്റെ ഒതായിലെ വീട്ടിലേക്ക് ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെ എത്തുന്നുണ്ട്. ഈ രാവിലെ തന്നെ ഒന്ന് വിഷ് ചെയ്ത് പോകാൻ വേണ്ടി വന്നതാണ് ഈ പുലർച്ചെ എന്നാണ് അവർ പറയുന്നത്. മണ്ഡലത്തിലെ വോട്ടർമാരല്ല അവർ എന്ന് പറയുന്നു. അതേസമയം ലീഗിൽ അംഗത്വമുള്ളവർ UDF അണികളുമുണ്ട്. സതീശനെ വിമർശിച്ചുകൊണ്ടാണ്, VD സതീശന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട്, എന്നാൽ പി വി അൻവറിനെ അനുകൂലിച്ചുകൊണ്ടാണ് അവർ സംസാരിച്ചത് എന്ന് വളരെ കൗതുകകരമായ ദൃശ്യവും പ്രതികരണവും ഒക്കെയാണ് ഇപ്പോൾ ഒതായിലെ വീട്ടിൽ നിന്ന്